ഇന്ത്യയെ പ്രകോപിപ്പിച്ചും വെല്ലുവിളിച്ചും നീങ്ങുന്ന പാകിസ്ഥാന് ഇക്കഴിഞ്ഞ ആഴ്ചയിൽ വലിയ ഒരു സൈനിക ആഘാതം തന്നെ സംഭവിച്ചു. ലോക സൈനിക ആയുധ കരുത്തുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ നിലവിലെ 9ാം സ്ഥാനത്ത് നിന്നും 12ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടിരിക്കുകയാണ് പാകിസ്ഥാൻ എന്ന വേൾഡ് ഇൻഡെക്സ് റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇന്ത്യയുടെ മേൽ വലിയ തരത്തിലുള്ള സമ്മർദ്ദങ്ങളും വലിയ തരത്തിലുള്ള യുദ്ധ പടക്കോപ്പുകളും സൈനിക അഭ്യാസങ്ങളും ഒക്കെ പാകിസ്ഥാൻ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ഒരു പ്രകടനമാണെങ്കിലും ഈ രണ്ടു രാജ്യങ്ങൾക്കും ഇടയിൽ സൈനിക ആയുധ സാങ്കേതിക ബലം എത്രത്തോളം എന്ന് പരിശോധിക്കപ്പെടേണ്ടതാണ്. ഈ പട്ടികയിൽ ഇന്ത്യ 4ാം സ്ഥാനത്ത് തന്നെയുണ്ട്. അമേരിക്കക്കും റഷ്യക്കും ചൈനക്കും പിറകിൽ നിലവിൽ 4ാം സ്ഥാനത്തായിരുന്നു കാലങ്ങളായിട്ട് ഇന്ത്യ തുടർന്നു വന്നിരുന്നത്. ആ 4ാം സ്ഥാനത്ത് തന്നെ ഇന്ത്യ ഇപ്പോഴും തുടരുകയും ചെയ്യുകയാണ്. ഏഷ്യയിലെ 2ാമത്തെ ഏറ്റവും കരുത്തുറ്റ രാജ്യമെന്ന ഖ്യാതിയും ഉണ്ട് ഇന്ത്യക്ക്. ഗ്ലോബൽ പവർ ഇൻഡെക്സ് 2015-ൻ്റെതാണ് ലോക സൈനിക ആയുധ ശക്തിയുടെ ഈ ഒരു കണക്ക്. പ്രതിരോധ സാങ്കേതിക വിദ്യ, സാമ്പത്തിക സ്രോതസ്സുകൾ, ലോജിസ്റ്റിക്, ഭൂമിശാസ്ത്രം, തന്ത്രപരമായ സ്ഥാനനിർണ്ണയങ്ങൾ തുടങ്ങി 60ഓളം ഘടകങ്ങൾ പരിഗണിച്ചാണ് ഏറ്റവും കരുത്തുള്ള സൈനിക സാങ്കേതിക ശക്തികളുടെ ലിസ്റ്റ് തയ്യാറാക്കിയിരിക്കുന്നത്. 14,55,550 സജീവ സൈനികരാണ് ഇന്ത്യക്കുള്ളത്. പാകിസ്ഥാന്റെ സജീവ സൈനികരുടെ എണ്ണം 6,54,000 ഇന്ത്യക്ക് റിസർവ് സൈനികരായി 10,15,000 പേരുള്ളപ്പോൾ പാകിസ്ഥാൻ അത് 5,50,000 പേർ മാത്രമാണുള്ളത്. ഇത് കൂടാതെ 25 ലക്ഷത്തോളം അർദ്ധ സൈനിക വിഭാഗവും ഇന്ത്യക്ക് സ്വന്തമായുണ്ട് എന്നതാണ്. ഏത് രാജ്യത്തിൻ്റെയും ശക്തമായ സൈനിക സംവിധാനങ്ങളിൽ ഒന്ന് എയർഫോഴ്സ് ആണ്. ഏറ്റവും പുതിയതും സാങ്കേതിക മികവ് പുലർത്തുന്നതുമായ എയർക്രാഫ്റ്റുകളുടെയും യുദ്ധവിമാനങ്ങളുടെയും ഹെലികോപ്റ്ററുകളുടെയും ഡ്രോണുകളുടെയും ഒക്കെ ശേഖരം ഇന്ത്യക്കുണ്ട്. വ്യോമശക്തിയിലും ഇന്ത്യ 4ാം സ്ഥാനത്ത് തന്നെയാണ്. 513 ഫൈറ്ററുകളും 371 അറ്റാക്ക് എയർക്രാഫ്റ്റുകളും ഉൾപ്പെടെ 2229 സൈനിക വിമാനങ്ങളാണ് ഇന്ത്യക്കുള്ളത്. 4201 ടാങ്കുകൾ, 293 കപ്പലുകൾ, അവയിൽ തന്നെ 2 എയർക്രാഫ്റ്റ് കാരിയറുകൾ, 18 അന്തർവാഹിനികൾ, 13 ഡെസ്ട്രോയറുകൾ, 14 ഫ്രിഗേറ്റുകൾ അടങ്ങുന്നു എന്നുള്ളതാണ്. ഇതൊക്കെ കൂടാതെ അഗ്നി, ബ്രഹ്മോസ് തുടങ്ങിയ തദ്ദേശീയ നിർമ്മിത മിസൈൽ സംവിധാനങ്ങളും ഇന്ത്യയുടെ കരുത്ത് വർദ്ധിപ്പിക്കുകയാണ്. എന്നാൽ പാകിസ്ഥാൻ ആവട്ടെ ഈ എല്ലാ ഇനങ്ങളിലുമായി 1399 വിമാനങ്ങളും ഹെലികോപ്റ്ററുകളും ഒക്കെയാണ് സ്വന്തമായിട്ടുള്ളത് എന്നാണ്. കരസേനയുടെ കാര്യത്തിൽ ഇന്ത്യക്ക് 4201 ടാങ്കുകൾ സ്വന്തമായുള്ളപ്പോൾ പാകിസ്ഥാന് 2627 ടാങ്കുകൾ മാത്രമാണുള്ളത്. അതായത് പാകിസ്ഥാനേക്കാൾ 1574 ടാങ്കുകൾ അധികമായി ഇന്ത്യക്കുണ്ട്. കവചിത വാഹനങ്ങളിൽ ഇന്ത്യക്ക് 1,48,594 17,516 പാകിസ്ഥാൻ ഉള്ളത് എന്നതാണ്. സ്വയം പ്രൊപ്പോൾഡ് പീരങ്കികളുടെ കാര്യത്തിൽ പാകിസ്ഥാൻ ഒരല്പം മുൻതൂക്കമുണ്ട്. പാകിസ്ഥാൻ 662 യൂണിറ്റുകളും ഇന്ത്യക്ക് 550 ഇന്ത്യയേക്കാൾ 100-ലധികം പാകിസ്ഥാനുണ്ട്. എന്നാൽ സാങ്കേതിക മികവുള്ള പീരങ്കികളിൽ മുൻതൂക്കം ഇന്ത്യക്ക് തന്നെയാണ്. 3975 എണ്ണം ഇന്ത്യക്കുള്ളപ്പോൾ പാകിസ്ഥാന് 2629 293 കപ്പലുകളുടെ കപ്പൽപ്പടയുമായി ഇന്ത്യയുടെ നാവിക മേഖലയിൽ നാവികസേനയും ആധിപത്യം പുലർത്തുകയാണ്. പാകിസ്ഥാന്റെ കയ്യിൽ 121 പടക്കപ്പലുകളാണുള്ളത്. ഇന്ത്യക്ക് 2 വിമാനവാഹിനി കപ്പൽ സ്വന്തമായുള്ളപ്പോൾ പാകിസ്ഥാന് വിമാനവാഹിനി കപ്പൽ ഒന്നും തന്നെയില്ല. 8 അന്തർവാഹിനി കപ്പലുകൾ പാകിസ്ഥാൻ ഉള്ളപ്പോൾ ഇന്ത്യക്ക് അത് 18 എണ്ണമാണ്. 13 ഡെസ്ട്രോയറുകളുമുണ്ട് ഇന്ത്യക്ക്. പക്ഷേ പാകിസ്ഥാന് ഒന്നുപോലുമില്ല. ഇന്ത്യയുടെ നാവികസേനയിൽ 14 ഫ്രിഗേറ്റുകൾ, 18 കോർവെറ്റുകൾ, 135 പെട്രോൾ കപ്പലുകൾ എന്നിവയും ഉൾപ്പെടും. എണ്ണത്തിലും സാങ്കേതിക വൈദഗ്ധ്യത്തിലും പാകിസ്ഥാനെ വളരെയധികം പിന്നിലാക്കുന്നു ഇന്ത്യ. ഇതെല്ലാം കൂടാതെ ഭൂമിശാസ്ത്രപരമായും കടൽ മാർഗവുമുള്ള അവൈലബിലിറ്റി ആയാലും സൈനിക സാങ്കേതിക മനുഷ്യ വിഭവങ്ങളും സമ്പത്തിലും സൈനിക ബജറ്റിലുമെല്ലാം ഇന്ത്യക്ക് തന്നെയാണ് മുൻതൂക്കം എന്നതും നമ്മളിവിടെ വായിക്കണം. ഇനി ലിസ്റ്റിലെ 1 മുതൽ 10 വരെയുള്ള രാജ്യങ്ങൾ ഏതൊക്കെയാണെന്നും അവർക്ക് എന്തൊക്കെ സൈനിക സാങ്കേതിക മികവുണ്ട് എന്നുമൊക്കെ ഒന്ന് കണ്ണോടിച്ചു പോകാം. 1ാം സ്ഥാനത്തുള്ള അമേരിക്കക്ക് 13,043 സൈനിക വിമാനങ്ങളുണ്ട്. 1790 ഫൈറ്റർ ജെറ്റുകൾ, 889 അറ്റാക്ക് എയർക്രാഫ്റ്റുകൾ, 1002 അറ്റാക്ക് ഹെലികോപ്റ്ററുകൾ ഉൾപ്പെടെ 5843 ഹെലികോപ്റ്ററുകളുണ്ട്. 4640 ടാങ്കുകൾ എന്നിവ അമേരിക്കക്ക് സ്വന്തമായുണ്ട്. അവരുടെ നാവിക സൈബർ യുദ്ധ മികവുകൾ സമാനകൾ ഇല്ലാത്തത് തന്നെയാണ്. യുക്രൈനുമായുള്ള യുദ്ധത്തിൽ തിരിച്ചടികൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും ലോക സൈനിക ശക്തികളിൽ 2ാം സ്ഥാനത്താണ് റഷ്യ.
4292 സൈനിക വിമാനങ്ങൾ, 833 ഫൈറ്റർ ജെറ്റുകൾ, 689 അറ്റാക്ക് എയർക്രാഫ്റ്റുകൾ, 5750 ടാങ്കുകൾ എന്നിവ റഷ്യക്ക് സ്വന്തമായുണ്ട്. ലോക സൈനിക ശക്തികളിൽ 3-ാം സ്ഥാനം ചൈനക്കാണ്. 20,35,000 സൈനികർ, 1221 ഫൈറ്ററുകൾ, 371 അറ്റാക്ക് എയർക്രാഫ്റ്റുകൾ എന്നിവ ഉൾപ്പെടെ 3309 മിലിറ്ററി എയർക്രാഫ്റ്റുകൾ ചൈനക്കുണ്ട്. 6800 ടാങ്കുകളുണ്ട്. 3490 സ്വയം പ്രവർത്തിപ്പിക്കുന്ന പീരങ്കി യൂണിറ്റുകളുണ്ട്. 2750 മൊബൈൽ റോക്കറ്റ് പ്രോജക്റ്റുകൾ എന്നിവയും ചൈനക്കുണ്ട്. ദക്ഷിണ ചൈന കടലിൽ ചൈനയുടെ വർദ്ധിച്ചു വരുന്ന സ്വാധീനവും തദ്ദേശീയ ആയുധ വികസനത്തിലെ പുരോഗതിയും സൈനിക ശക്തിയെ ഗണ്യമായി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇന്ത്യക്ക് പിന്നിൽ ദക്ഷിണ കൊറിയ, ബ്രിട്ടൻ, ഫ്രാൻസ്, ജപ്പാൻ, തുർക്കി, ഇറ്റലി എന്നിവയാണ് യഥാക്രമം 5, 6, 7, 8, 9, 10 സ്ഥാനങ്ങളിലായുള്ളത്. ആദ്യ 10-ൽ നിന്ന് പാകിസ്ഥാൻ പുറത്തായതാണ് ശ്രദ്ധേയമായ കാര്യമെന്ന് നമ്മൾ പറഞ്ഞു. 11-ാം സ്ഥാനത്തുള്ള ബ്രസീലിനും പിറകിലാണ് കഴിഞ്ഞ വർഷം 9-ാം സ്ഥാനത്തുണ്ടായിരുന്ന പാകിസ്ഥാൻ എന്ന രാജ്യം എന്നത് നമ്മൾ പറയേണ്ടതുണ്ട്. പാകിസ്ഥാൻ നേരിട്ടുകൊണ്ടിരിക്കുന്ന സാമ്പത്തിക പ്രതിസന്ധി, രാഷ്ട്രീയ പ്രതിസന്ധി, പഴയ സാങ്കേതിക വിദ്യ ഇവയൊക്കെയാണ് പാകിസ്ഥാനെ റാങ്കിങ്ങിൽ താഴേക്ക് പോകാൻ കാരണമാക്കിയിട്ടുള്ളത് എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഏതായിരുന്നാലും ഇന്ത്യയുമായിട്ടൊരു യുദ്ധത്തിലേക്ക് പാകിസ്ഥാൻ തുറന്ന് മുന്നോട്ട് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഇന്ത്യയുടെ ഈ കണക്കുകൾ തന്നെ ഇന്ത്യക്ക് മേധാവിത്വം നൽകും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. Waytonikah.com, the exclusive Muslim matrimonial site.